Hi students, welcome back to our costing class. This is the third video of the chapter Material Control. In the last videos, we already discussed about what are the process of what is material control, then what are the process of material control. And in the second video, we completed the first and second process, that is purchasing and receiving of materials. Then next we move on to the ascertainment of cost of materials purchased. How the cost of materials purchased is and its values calculated. Its values ascertained. While purchasing materials, there are various types of expenses incurred in addition to the purchase price, like packing charge, transport charge, insurance, and then etc. Okay, similarly, different types of deductions are also allowed from the purchase price. That means trade discount and quantity discount. The true cost of materials is calculated after taking account these additions and deductions. അപ്പോൾ നമ്മൾ ഒരു പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അതിൽ നമുക്ക് പർച്ചേസ് കോസ്റ്റ് കൂടാതെ വേറെ കോസ്റ്റുകളും വരും. ഈ കോസ്റ്റുകൾ വരുന്നതല്ലാതെ നമ്മൾ ആ മെറ്റീരിയലിൻ്റെ പർച്ചേസ് ചെയ്യുന്ന പ്രൈസിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രൈസസിൽ എന്തെങ്കിലും ഡിഡക്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ മൊത്തത്തിലുള്ള കോസ്റ്റിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ അതിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരിക എന്നുള്ളതാണ്. ഫോളോയിങ് ഐറ്റംസ് ആർ ടു ബി ആഡഡ് to the basic invoice price of materials. That is packing charge or packing or forwarding charge, then transport or carriage of freight charge, insurance, sales tax, excise duty, customs duty, cost of containers, etc. are added to the purchase price. Here the cost of containers may be calculated in two methods. The containers എന്ന് പറയുമ്പോൾ there are two types of containers are available, returnable or non-returnable containers. In the case of returnable containers, credit will be given to the cost either in full or in part. റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന, അതായത് ചില കണ്ടെയ്നേഴ്സ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയിലുള്ളത്. അങ്ങനെ റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയിലുള്ള കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ നമ്മൾ അതിന് ഫുള്ളായിട്ടും അതിൻ്റെ കോസ്റ്റ് ചാർജ് ചെയ്യൽ കുറവാണ്, വളരെ കുറവായിട്ടാണ് ഫുൾ കോസ്റ്റ് ചാർജ് ചെയ്യുള്ളൂ. തിരിച്ച് നമ്മൾ കൊടുക്കുന്ന കേസസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് എമൗണ്ട് ചാർജ് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് അവർ തിരിച്ചു തരും. അങ്ങനെയുള്ള ടൈപ്പാണ് ആദ്യത്തെ കേസ്, returnable containers. And then second one is in the case of non-returnable containers, the cost will be added in full to the purchase price. അപ്പോൾ കണ്ടെയ്നേഴ്സ് രണ്ട് തരത്തിലുള്ളതുണ്ട്. അത് ഏത് തരത്തിലുള്ളതാണ് ക്വസ്റ്റ്യനിൽ തരുന്നതെന്നുള്ളത് നോക്കണം. റിട്ടേണബിൾ കണ്ടെയ്നർ ആണോ നോൺ റിട്ടേണബിൾ കണ്ടെയ്നർ ആണോ? റിട്ടേണബിൾ കണ്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ അതിൽ ക്വസ്റ്റ്യനിൽ തരും മിക്കവാറും ഫുൾ കോസ്റ്റ് ചാർജ് ചെയ്യൽ കുറവാണ്, പാർട്ട്ലി ആണ് അതിൻ്റെ കോസ്റ്റ് ചാർജ് ചെയ്യുക. അത് എത്രയാണ് ചാർജ് ചെയ്യണമെന്നുള്ളത് ഡീറ്റെയിൽസ് അവർ തരുന്നതിനനുസരിച്ച് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യും. നോൺ റിട്ടേണബിൾ കണ്ടെയ്നർ ആണെങ്കിൽ ഫുൾ കോസ്റ്റ് പർച്ചേസ് പ്രൈസിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെയാണ് ആഡ് ചെയ്യാനുള്ളത് കോസ്റ്റിൻ്റെ കൂടെ, പർച്ചേസ് പ്രൈസിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള കോസ്റ്റുകൾ. ദെൻ ഇത് കൂടാതെ നമുക്ക് ചിലതിൽ നമുക്ക് ഡിഡക്ഷൻസ് കിട്ടും. ആ ഡിഡക്ഷൻസ് കിട്ടുന്നത് നമ്മൾ മൊത്തം കോസ്റ്റിൽ നിന്ന് കുറയ്ക്കണം, ഇൻവോയ്സ് പ്രൈസിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്. അങ്ങനെ വരുന്ന രണ്ട് ഐറ്റംസ് ആണ് ട്രേഡ് ഡിസ്കൗണ്ടും ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തതിൻ്റെ കോസ്റ്റ് അത് അസർട്ടൈൻ ചെയ്യുന്നത്. ഇനി ചില കേസസിൽ ജോയിൻറ്റ് കോസ്റ്റ് വരുന്നത്, ജോയിൻറ്റ് പർച്ചേസ് വരുന്ന കേസസിൽ അതിന് കോസ്റ്റ് വരുന്നതുണ്ട്. അങ്ങനെയുള്ള കോസ്റ്റ് എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ വരിക. അതിന് എക്സാമ്പിൾ ആണ് കാരിയേജ്, ഇൻഷുറൻസ്, സെയിൽസ് ടാക്സ്, ഇതൊക്കെ ജോയിൻ്റ് ആയിട്ട് വരുന്നത്. സം എക്സ്പെൻസസ് ആർ ഇൻകർഡ് ജോയിൻ്റ്ലി ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് purchased in one lot. Such expenses are to be apportioned among the different materials on a reasonable basis. അപ്പം അതിൻ്റെ പ്രൈസ് മൊത്തത്തിൽ ഒരൊറ്റ ഐറ്റത്തിലല്ല നമ്മൾ ചാർജ് ചെയ്യുക, പകരം അത് പല മെറ്റീരിയലിൽ പല രീതിയിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ചാർജ് ചെയ്യണത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാരിയേജിൻ്റെ ബേസ് അതിൽ ഓൺ ദ ബേസ് ഓഫ് വെയിറ്റ് ആണ് ചാർജ് ചെയ്യുക. ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് വാല്യൂ. ഇങ്ങനെ ഓരോ ഐറ്റം ഇതുപോലെ വരുന്ന ഐറ്റംസ് ഒക്കെ അതിൽ അതിൻ്റെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വാല്യൂ ചാർജ് ചെയ്യണമെന്നുള്ളത്
മാറും, ഓരോന്നിനും മാറ്റം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഒരു മെറ്റീരിയൽ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാതെ അത് പല മെറ്റീരിയൽസിലേക്കായിട്ട് അപ്പോർഷൻ ചെയ്ത് പോവുകയാണ് ചെയ്യുക. Okay, this is about the ascertainment of cost of materials. Then the second procedure, first and second procedure, that is purchase and receiving of material is completed. Then next we move on to stores control or storage of material. Stores control is the second and one of the important aspect of material control. Stores control simply means control over storage of materials, and this refers to keeping of materials purchased under safe custody till they are used for production. ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റോഴ്സ് കൺട്രോൾ എന്ന് പറയുന്നത് മെറ്റീരിയൽസിൻ്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോറിങ്ങിനെയാണ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത മെറ്റീരിയൽസ് സേഫ് ആയിട്ട് അതൊരു സ്ഥലത്ത് നമ്മൾ സ്റ്റോർ ചെയ്യണം. എപ്പോഴാണ് അത് പ്രൊഡക്ഷന് യൂസ് ചെയ്യുക, പ്രൊഡക്ഷൻ എടുക്കുന്നത് വരെ അത് സേഫ് കസ്റ്റഡിയിൽ വെക്കും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുമാണ് സ്റ്റോഴ്സ് കൺട്രോളിൽ വരും. The main aim of stores control is to reduce the material cost. An efficient stores control system enables the concern to minimize the losses in storage and to minimize the cost of storage and thereby to reduce the cost of materials. ഇപ്പോൾ ഒരു നല്ലൊരു സ്റ്റോഴ്സ് കൺട്രോൾ സിസ്റ്റം ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ സ്റ്റോറേജിൻ്റെ ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റോറേജിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇത് ഇങ്ങനെ കോസ്റ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓവറോൾ കോസ്റ്റും കുറയ്ക്കാനായിട്ട് പറ്റും. The following functions are usually performed by storekeeper. സ്റ്റോർകീപ്പർ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. മെറ്റീരിയൽ പ്രൊട്ടക്ട് ചെയ്യുക, ഓവർ സ്റ്റോക്കിംഗ് അണ്ടർ സ്റ്റോക്കിംഗ് ഒഴിവാക്കുക, ദെൻ പ്രോപ്പർ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ സ്റ്റോർകീപ്പർ ആണ് സ്റ്റോഴ്സ് കൺട്രോളിലെ മെയിൻ ആയിട്ടുള്ള ആള്. He is the person who is in charge of the stores department. Okay, then next we move on to the objectives of storekeeping. What are the main objectives of efficient system of storekeeping? They are first one to prevent overstocking and understocking of materials. മെറ്റീരിയൽസിൻ്റെ ഓവർസ്റ്റോക്കിംഗ് അണ്ടർസ്റ്റോക്കിംഗ് ഒഴിവാക്കാം. ഓവർസ്റ്റോക്കിംഗ് വന്നാൽ നമുക്ക് മെറ്റീരിയൽസിൻ്റെ അത് കേടായി പോകാനുള്ള സാധ്യതകളുണ്ട്. അണ്ടർസ്റ്റോക്കിംഗ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡിലേ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യുക. ദെൻ ടു പ്രൊട്ടക്ട് മെറ്റീരിയൽ ഫ്രം പിൽഫ്രേജ്, തെഫ്റ്റ്, ഫയർ എക്സെട്ര, അങ്ങനെയുള്ള റിസ്കുകളിൽ നിന്ന് മെറ്റീരിയൽസിനെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഫയറോ അല്ലെങ്കിൽ ഈ തെഫ്റ്റിനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഒഴിവാക്കുന്ന രീതിയിൽ നമ്മൾ മെറ്റീരിയൽസിനെ സൂക്ഷിക്കും. ദെൻ ടു മിനിമൈസ് ദ സ്റ്റോറേജ് കോസ്റ്റ്. സ്റ്റോറേജ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോഴ്സ് കൺട്രോളുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ. ദെൻ പ്രോപ്പർ ആൻഡ് കണ്ടിന്യൂസ് കൺട്രോൾ ഓവർ മെറ്റീരിയൽസ് ഇപ്പോൾ എത്രയാണ് ഒരു സ്റ്റോറിലുള്ളത്, ഇനി എത്ര വീണ്ടും പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ പ്രോപ്പർ ആൻഡ് കണ്ടിന്യൂസ് കൺട്രോൾ ഓവർ മെറ്റീരിയൽസ് ഇസ് എൻഷുർഡ് ഹിയർ. Then last one, to ensure the most effective utilization of available storage space and work is engaged in the process of storekeeping. ഇപ്പോൾ സ്റ്റോക്ക് കീപ്പിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ അവിടെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാഫ്, ഇവരെയൊക്കെ നല്ല ഇഫക്റ്റീവായിട്ട് അവരുടെ എബിലിറ്റീസും അതുപോലെ തന്നെ ആ സ്പേസും യൂട്ടിലൈസ് ചെയ്യുക, അതും സ്റ്റോർ കീപ്പിങ്ങിൻ്റെ ഒബ്ജക്റ്റീവിൽ വരുന്നതാണ്. ദീസ് ആർ ഓൾ അബൌട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റോക്ക് കീപ്പിംഗ്. Next, we move on to the functions of storekeeping, or the functions of stores department, or functions of storekeeper. Main functions of storekeeper are first one, receiving the purchased materials from the purchase department and to confirm their quality and quantity with the purchase order. Here the storekeeper receives the materials from the purchase department and he also check the quality of the material received and how much materials or how many the quantity of the materials. It is compared with the purchase order. Okay, then next function is storing and preserving the materials at proper and convenient places so that item could be easily located. ഓരോ മെറ്റീരിയൽസിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റോർ ആകുമ്പോൾ ആ സ്റ്റോറിൽ ഓരോ മെറ്റീരിയൽസിനും അതിൻ്റെ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
അതേ സ്പേസിൽ തന്നെ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുക. ദെൻ ചില മെറ്റീരിയൽസ് ഇപ്പോൾ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് അത് ഇവാപ്പറേഷൻ പ്രിവെൻറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ബിൻ എവിടെയാണ് എന്നുണ്ടെങ്കിൽ സ്പേസ് എവിടെയാണെന്ന് അലോട്ട് ചെയ്ത സ്പേസ് എവിടെയാണെങ്കിൽ അവിടെ അത് വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺവീനിയൻറ്റ് പ്ലേസിൽ അത് വെക്കണതും ദെൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാവുന്ന രീതിയിൽ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുക. Then third function, storing the materials in such a manner as to minimize the occurrence of risk and to prevent loss due to defective storage handling. നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റിസ്കുകളുള്ള മെറ്റീരിയൽസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ആ റിസ്ക് നമ്മൾ ഓവർകം ചെയ്യാവുന്ന രീതിയിൽ അത് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസസ് അതിനെ അലോട്ട് ചെയ്യണം. അപ്പോൾ മെറ്റീരിയൽസ് മിനിമം റിസ്ക് വരുന്നതും അതുപോലെ തന്നെ ലോസ് വരുന്നതും ഒഴിവാക്കാനായിട്ടുള്ള രീതിയിലുള്ള സ്റ്റോറിങ് നടത്താം. ദെൻ പ്രൊവൈഡിങ് ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് ദ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഗുഡ്സ് എക്സെട്ര. അപ്പോൾ പ്രോപ്പർ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. വെനെവർ സോ നെസസറി ബൈ maintaining proper stores records. Bin cards and stores ledgers are mainly used for recording the materials in the stores. Okay, that's all about the functions of storekeeping. Then next one, duties of storekeeper. What are the duties of storekeeper? The storekeeper is the person who is in charge of the store. He is responsible for the stores department. So he has some duties. They are, first one, to exercise general control over all the activities in the stores department. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ ആ ആക്ടിവിറ്റീസ് അതിലിപ്പോൾ എന്തായാലും മെറ്റീരിയൽ ഇപ്പോൾ റിസീവ് ചെയ്യുന്നതായാലും അതാത് സ്പേസിൽ അറേഞ്ച് ചെയ്യുന്ന എന്തായാലും അതിനെല്ലാത്തിനും സ്റ്റോർ കീപ്പർക്ക് ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. ദെൻ ടു എൻഷുർ സേഫ് കീപ്പിംഗ് ബോത്ത് ആസ് ടു ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ സേഫായിട്ട് കെപ്റ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക. ദെൻ ടു മെയിൻറ്റെയിൻ പ്രോപ്പർ റെക്കോർഡ്സ്. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദ records, that is bin card and stores ledger in the store. And next one, to check and receive the purchased materials forwarded by the receiving department and to arrange the materials for the storage in appropriate places. He is the person responsible for to check and receive the materials purchased, and he checked all the details about the materials, its quality, quantity, etc. Okay, then അത് ചെക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ റിസീവിങ് ഡിപ്പാർട്ട്മെൻറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവർക്ക് കൊടുക്കും. അപ്പോൾ സ്റ്റോർ കീപ്പർ ഇതെല്ലാം ചെക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മെറ്റീരിയൽസ് അതിൻ്റെ പ്രോപ്പർ പ്ലേസസിൽ അറേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ ആൾ തന്നെ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാഫിനെ കൊണ്ട് അത് കറക്റ്റ് പ്ലേസിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുക. Then to issue materials only in required quantities. റിക്വയർഡ് ക്വാണ്ടിറ്റീസിൽ മാത്രം, അതായത് നമ്മൾ മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് റിക്വസ്റ്റ് ഒരു ഫോമലായിട്ടുള്ള റിക്വസ്റ്റ് ഉണ്ട്, ആ റിക്വസ്റ്റ് വെച്ചാൽ മാത്രമാണ് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ സ്റ്റോർ കീപ്പർ. ദെൻ അത് ഇഷ്യൂ ചെയ്യുന്നത് അവർ എത്രയാണോ അവർ ചോദിച്ചിട്ടുള്ളത് അത്രയും മെറ്റീരിയൽസ് മാത്രം ഇഷ്യൂ ചെയ്യും. ദെൻ ബാലൻസും അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റോക്കും തമ്മിൽ ചെക്ക് ചെയ്യുക, കമ്പയർ ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലാണോ അല്ലെങ്കിൽ സ്റ്റോക്ക് നമ്മുടെ ബുക്സിൽ ഉള്ളതിനേക്കാളും റെക്കോർഡ്സിലുള്ളതിനേക്കാളും കുറവാണോ കൂടുതലാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും അങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ദീസ് ആർ ഓൾ അബൌട്ട് ദ ഡ്യൂട്ടീസ് ഓഫ് സ്റ്റോർ കീപ്പർ. Then next we move on to the aspects of stores control. These are the stores layout is the one of the main aspect of store control. സ്റ്റോഴ്സ് ലേഔട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽസ് സ്റ്റോറിൽ അറേഞ്ച് ചെയ്യേണ്ടത്, ആ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഡിസൈനാണ് ലേഔട്ട്. കെയർഫുൾ ഡിസൈനിങ് ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് സ്റ്റോർ റൂം ഈസ് ഡിസൈറബിൾ ഫോർ സേവിങ്സ് ഇൻ കോസ്റ്റ്. The layout should take care of proper ventilation, lighting, temperature control, etc. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ലേഔട്ട് എന്ന് പറയുന്നത് അത് ഓരോ മെറ്റീരിയൽസിനും സൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ലേഔട്ട് ആയിരിക്കണം. പ്രോപ്പർ വെന്റിലേഷനോ ലൈറ്റിങ്ങോ അതൊക്കെ ഉണ്ടായിരിക്കണം. ഓരോന്നിനും എത്ര ടെമ്പറേച്ചർ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സ്റ്റോഴ്സിൽ മെറ്റീരിയൽസ് വെക്കാനുള്ള സ്പേസസ് ഒക്കെ അറേഞ്ച് ചെയ്യുക, ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കണം. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സ്റ്റോറിൻ്റെ ലേഔട്ട് വേണ്ടത്.
Then next we move on to types of stores or the types of layout. Mainly there are two types of stores, centralized store and decentralized store. In a centralized store, here only one store in the company. A company ഒരൊറ്റ store മാത്രമേ ഉള്ളൂ. A store is only one in the company which receives material for and issued to all who need them. ആർക്കൊക്കെയാണ് ആവശ്യമുള്ളതെങ്കിൽ അവർക്കൊക്കെ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത് ഈ ഒരൊറ്റ സ്റ്റോറിൽ നിന്ന്. ദെൻ ഡീസെൻട്രലൈസ് സ്റ്റോർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കോമൺ ആയിട്ട് ഒരു സ്റ്റോർ അല്ല ഉള്ളത്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും സ്റ്റോർ ഉണ്ടായിരിക്കും. That type of stores which receive materials for and issue them to only one department and not to the whole company. Either the decentralized stores may be in many number in the company. കമ്പനിയിൽ ഡീസെൻട്രലൈസ് സ്റ്റോർ എന്ന് പറയുന്നത് ഒരെണ്ണമായിരിക്കില്ല, ഒന്നിൽ കൂടുതൽ ഉണ്ടായിരിക്കും. Okay. Then centralized stores എന്ന് പറയുമ്പോൾ it refers to a system in which all materials are stored in one central store department. And this means that the store's function is handled by a single storekeeper or a stores manager. And this is suitable for the entire production is located at one place or close to each other. ഈ സെൻട്രലൈസ്ഡ് സ്റ്റോർ എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഒരു ഓർഗനൈസേഷൻ്റെ തന്നെ എൻ്റയർ പ്രൊഡക്ഷൻ സെൻറ്റർ, ആ പ്രൊഡക്ഷൻ സെൻറ്റർ എല്ലാതും ഒരേ സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുക, അങ്ങനെയുള്ള കേസസിലാണ് നമുക്ക് സെൻട്രലൈസ്ഡ് സ്റ്റോർ സ്യൂട്ടബിൾ ആയിരിക്കുള്ളൂ. ദെൻ അതിൽ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ തന്നെ പ്രൊഡക്ഷൻ സെൻറ്ററുകൾ തന്നെയായാലും അത് പല സ്ഥലങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് പ്ലേസസിലായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് സ്റ്റോർ. സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഉള്ളത്? നമുക്കിവിടെ പർച്ചേസ് ഓർഡർ can be placed for the total requirements of the firm. ഫേമിൻ്റെ മൊത്തം എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ പർച്ചേസ് റിക്വയർമെൻറ്റ്സ്, ആ ഓർഡർ അതെല്ലാതും ഒരൊറ്റ സ്ഥലത്തു നിന്നാണ് പോവുക. അതുപോലെ തന്നെ ഈ ലാർജർ ഓർഡറൊക്കെ വരുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതൊരൊറ്റ സ്ഥലത്ത് സേവ് ചെയ്യുമ്പോൾ അതിനും നമുക്ക് കോസ്റ്റിൽ കുറവ് വരും. അതുപോലെ തന്നെ സ്മോൾ സ്റ്റോക്ക്, as there are many small stocks, the total buffer stock is much higher which leads to ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റോക്കിൽ വരുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളത് കെപ്റ്റ് ചെയ്യുന്ന സ്പേസ്, ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പല സ്ഥലങ്ങളിൽ വെക്കാൻ വെച്ചാൽ കുറേ സ്പേസ് നമുക്ക് പോകും. അതിന് പകരം സെൻട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റോർ ആണെങ്കിൽ നമുക്ക് അതിന് കുറച്ച് സ്പേസ് മതി. അതുപോലെ തന്നെ ഒബ്സോളസൻസ്, ഡിറ്റീരിയറേഷനും അതൊക്കെ നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് അതിന് വേണ്ടിയുണ്ട്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ ഒരു സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കുക എന്ന് പറയുമ്പോൾ ഒബ്സോളസൻസ് വരുന്നത്, ഡിറ്റീരിയറേഷൻ വരുന്നതൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും അതിനനുസരിച്ച് ആക്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അതിനുള്ള ചാൻസസ് കുറവാണ്. ദെൻ ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാഫിനെ വെക്കുമ്പോൾ ആ ഒരു സ്റ്റാഫ് അതിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് സമയമുള്ളൂ. പക്ഷേ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെ സ്റ്റോർ വരുമ്പോൾ അത് കറക്റ്റായിട്ട് എപ്പോഴും ആവശ്യമുള്ള സമയത്തൊക്കെ വെരിഫൈ ചെയ്യൽ അത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. അതുപോലെ സൂപ്പർവിഷനും എപ്പോഴും സ്കില്ല്, നല്ല സ്പെഷ്യലൈസ്ഡ് സ്കില്ല് ഇതൊക്കെ ഉള്ളത് സെൻട്രലൈസ്ഡ് ആയിട്ടൊരു സ്റ്റോർ വരുമ്പോഴാണ്. ദെൻ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റും ഇതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും ഡീസെൻട്രലൈസ്ഡിനെ കമ്പയർ ചെയ്യുമ്പോൾ. ദെൻ ബെറ്റർ ലേ ഔട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വർക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള പ്രൊഡക്ഷനൊന്നും അത് എഫക്റ്റ് ചെയ്യില്ല. കാരണം ആ സ്റ്റോറിൽ തന്നെ പല വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അവരിൽ ഒരാളില്ലെങ്കിൽ അടുത്ത ആൾ ആ പ്രോബ്ലം ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ ആ വരുന്ന ഇഷ്യൂ അവരത് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഇഷ്യൂസ് ഉണ്ടാവില്ല. പിന്നെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ്, ഒരൊറ്റ സ്റ്റോർ ആകുമ്പോൾ നല്ല സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് അതിനു വേണ്ടി ചെയ്യും. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ സ്റ്റോർ വരുമ്പോൾ അത്രയും അങ്ങോട്ട് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല സെക്യൂരിറ്റി. These are all about the advantages. Then next disadvantages. Disadvantages പറയുമ്പോൾ ഇതിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലാണ്. സെൻട്രലൈസ്ഡ് സ്റ്റോർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ആ സ്റ്റോർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്ഥലത്ത്, ദെൻ അതിൻ്റെ പല പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് പല സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് അതൊക്കെ അതിന് വരുന്ന കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ചിലതിൽ മെറ്റീരിയൽസ് ആവശ്യമുള്ള സമയത്ത് എത്താനായിട്ട് കോമൺ ആയിട്ടുള്ളൊരു ഇത്
സ്റ്റോറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഫോർമാലിറ്റീസ് ഒക്കെ കൂടുതലാവും. അപ്പോൾ ഉദ്ദേശിച്ച സമയത്ത് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാൻ പറ്റാതെ വരാം, അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ദെൻ സ്മോൾ ക്വാണ്ടിറ്റീസ്, അതിൻ്റെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരുമ്പോൾ കോസ്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. ദെൻ ലോസ്, ഫയർ ഒക്കെ വന്ന് പെട്ടെന്ന് ഫയർ വന്ന് മെറ്റീരിയൽസ് തീപിടുത്തം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മെറ്റീരിയൽസ് ലോസ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. Okay, these are all about the advantages and disadvantages of centralized store. Then next, third one, decentralized store we already explained. Then third one, there is also another type of store, central store with sub-store. This is a mixed store system, a mix of centralized and decentralized store. In this system, store system, sub-stores are established in different departments according to the requirements of the company. അപ്പോൾ ഇതിൽ രണ്ടും സെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെയും ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെയും കോമ്പിനേഷൻ ആണ് സബ് സ്റ്റോർ, ഈ തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒരു സബ് സ്റ്റോർ ഉണ്ടായിരിക്കും, എന്നാൽ കോമൺ ആയിട്ടുള്ള ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റോർ ഉണ്ടായിരിക്കും. ഈ സെൻട്രൽ സ്റ്റോറിൽ നിന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ് ഒരു പീരീഡ് വെച്ചിട്ടുണ്ടാവും. ആ പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ ഒരു എത്ര ക്വാണ്ടിറ്റി എന്ന് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അത്രയും ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യും. ദെൻ ആ പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്തു പോയിട്ടുണ്ടാവും. വീണ്ടും ആ പീരീഡിൻ്റെ ബിഗിനിങ് എത്തുമ്പോൾ അത്രയും തന്നെ മെറ്റീരിയൽസ്, എത്രയാണ് നമ്മൾ ഫിക്സ് ചെയ്തിരുന്നത്, ഇപ്പോൾ 500 നമ്മൾ ഫിക്സ് ചെയ്തിരുന്ന ക്വാണ്ടിറ്റി എന്നുണ്ടെങ്കിൽ ആ 500 ക്വാണ്ടിറ്റി വീണ്ടും സെൻട്രൽ സ്റ്റോറിൽ നിന്ന് ഇവിടെ കൊണ്ടുവയ്ക്കും. അങ്ങനെ ഓരോ പീരീഡിൻ്റെയും ബിഗിനിങ്ങിൽ സെയിം ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യാം. ഇത് ഇംപ്രസ് സിസ്റ്റം, നമ്മൾ പെറ്റി ക്യാഷ് ബുക്കിൽ ഇംപ്രസ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്, അതേപോലെയാണ് ഇതിൽ വരിക. At the beginning of a period, the central store issues a fixed quantity of material to the sub-store. And at the end of the period, the sub-stores send a filled requisition form to the central store to maintain the stock to a predetermined level. അപ്പോൾ സെൻട്രൽ സ്റ്റോറിൻ്റെയും ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെയും കോമ്പിനേഷനാണ് സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ സെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ പല ഡിമെറിറ്റ്സ്, അതുപോലെ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ ഡിമെറിറ്റ്സ് ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ദെൻ ഓഫറിങ് ആൻ ഈസിയർ ലൊക്കേഷൻ, മെറ്റീരിയൽസ് പെട്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വെക്കാൻ പറ്റും. മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നതിൽ ഡിലേ ഒഴിവാക്കാം. അതുപോലെ തന്നെ സ്പെഷ്യൽ നീഡ്സ്, ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സ്പെഷ്യൽ നീഡ്സ് ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇൻറ്റേർണൽ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാം. ദെൻ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ സ്റ്റേഷനറിയും സ്റ്റാഫിങ്ങിനൊക്കെ ഉള്ള കോസ്റ്റ് ഹൈ കോസ്റ്റ് ആയിരിക്കും. മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യണതിൻ്റെ കോസ്റ്റ്, അതുപോലെ തന്നെ സ്റ്റോക്ക് ടേക്കിങ്ങിന് കൂടുതൽ സമയം വരും. ഇനി ഈ ഒരു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കോമൺ ആയിട്ടൊരു സ്റ്റോറും വെക്കണം, അതിനൊരു സെറ്റപ്പ് വേണം. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്റ്റോർ വേണം, അപ്പോൾ അതിനൊരു സെറ്റപ്പ്, അപ്പോൾ എക്സ്ട്രാ സെറ്റപ്പ് വരും, അതിനുള്ള കോസ്റ്റും വരും. ദെൻ ഒന്നും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. These are all about the central store with sub-store. Then ഇനി എന്തൊക്കെയാണ് സ്റ്റോർ കീപ്പിങ്ങിൻ്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റോറിൻ്റെ റുട്ടീൻ? മെറ്റീരിയൽസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോർ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കി എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർ അത് സ്റ്റോറിലേക്ക് വെക്കും. ഈ ഒരു പ്രൊസീജിയർ, ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റോർ കീപ്പിംഗ് പ്രൊസീജിയർ ഓർ സ്റ്റോർ റൂട്ടീൻ. അതിൽ മെയിനായിട്ട് 2 കാര്യമാണ് ഉള്ളത്, ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷനും റെക്കോർഡിങ്. മെറ്റീരിയൽസ് എത്തിക്കഴിഞ്ഞാൽ അവരാദ്യം അതിനെ ക്ലാസിഫൈ ചെയ്യും, കോമൺ നേച്ചർ അനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യും, എന്നിട്ട് അതിന് പ്രോപ്പറായിട്ട് കോഡ് കൊടുക്കും. അതിനുശേഷം മെറ്റീരിയൽസ് അതായത് സ്പേസിൽ വെച്ചതിന് ശേഷം മെറ്റീരിയൽസിൻ്റെ റിസീവ് ചെയ്ത മെറ്റീരിയൽസ് റെക്കോർഡ് ചെയ്യും. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ കോമൺ നേച്ചർ അനുസരിച്ച് ഓരോ മെറ്റീരിയൽസിനെയും അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിന് എക്സാമ്പിൾ ഇപ്പോൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ അതൊരു കാറ്റഗറി, സ്പെയർ പാർട്സ് ഒരു കാറ്റഗറി, ലുബ്രിക്കേറ്റിംഗ് ഐറ്റംസ് ഒരു കാറ്റഗറി, അങ്ങനെ ചെയ്യും. ഇനി കോഡിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഗിവ്സ് നമ്പേഴ്സ് ഓർ ഡിസ്റ്റിങ്ക്റ്റീവ് സിംബൽസ് ടു സ്പെസിഫിക് മെറ്റീരിയൽസ് ഓഫ് സ്റ്റോർസ്. അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കോഡ്. കോഡ് എന്ന് പറയുന്നത് ആൽഫ കോഡ് ഉണ്ട്, ന്യൂമറിക്കൽ കോഡ് ഉണ്ട്, ആൽഫ ന്യൂമറിക് കോഡ് ഉണ്ട്, പല രീതിയിലുണ്ട്.
Then next process എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്. Recording of materials is done by the stores department or storekeeper after receiving the materials. Mainly there is two system to record the material, bin card and stores ledger. There are several other methods are there, but main methods are bin card and stores ledger. ബിൻ കാർഡ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് സ്റ്റോർ റൂമിൽ എത്ര കെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അത് ബിന്നിൽ വെക്കുന്നതാണ്. സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറയുന്നത് മാനുവലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റെക്കോർഡോ ഇത് പ്രൊഡക്ഷൻ ആ ഡിപ്പാർട്ട്മെന്റിൽ വെക്കുന്നതാണ്. ബിന്നിൽ വെക്കുന്നതല്ല, അത് അതിൻ്റെ കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ വെക്കുന്നത്. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെയാണ് ബിൻ കാർഡ്. ബിൻ കാർഡ് ഓർ സ്റ്റോർസ് കാർഡ്. ബിൻ എന്ന് പറയുന്നത് ബിൻ ഈസ് എ കണ്ടെയ്നർ ഓർ പ്ലേസ് ഓർ സെക്ഷൻ ഓഫ് ദ സ്റ്റോർ where the materials or goods are kept. സ്റ്റോറിൻ്റെ ഉള്ളിൽ തന്നെ മെറ്റീരിയൽസ് വെക്കുന്ന കണ്ടെയ്നറിനെയോ അല്ലെങ്കിൽ പ്ലേസിനെയോ അതിൻ്റെ സെക്ഷനെയോ പറയുന്ന പേരാണ് ബിൻ. The stores will be divided into different sections and each of these sections mean for storing a particular type of material. Each section is called a bin. ഇപ്പോൾ മൊത്തത്തിൽ സ്റ്റോറിനെ പല കാറ്റഗറി ആയിട്ട് പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ സെക്ഷനും ഓരോ ടൈപ്പ് മെറ്റീരിയൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആ ഓരോ സെക്ഷനെ പറയുന്ന പേരാണ് ബിൻ. ആൻഡ് എ കാർഡ് ഈസ് അറ്റാച്ച്ഡ് ടു ഈച്ച് ബിൻ ഫോർ ഇൻഡിക്കേറ്റിംഗ് ദ സ്റ്റോക്ക് പൊസിഷൻ ഓഫ് ദ ബിൻ. ആൻഡ് ദിസ് കാർഡ് ഈസ് നോൺ ആസ് ബിൻ കാർഡ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റോർസ് കാർഡ്. Whenever materials are received or issued, and this is recorded in the bin card, so that the balance of material at any time is readily seen. ഇപ്പോൾ നമുക്ക് എപ്പോഴൊക്കെയാണ് മെറ്റീരിയലിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ റെസിപ്റ്റ് വരിക, ഇത് എപ്പോൾ നടന്നാലും അത് അപ്പം തന്നെ ആ ബിൻ കാർഡിൽ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ബിൻ കാർഡിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ബിന്നിൽ ഇനി എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ളത് ഏത് സമയത്ത് എടുത്ത് നോക്കിയാലും അറിയാം. സോ ബിൻ കാർഡ് ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് റെക്കോർഡ് മെയിൻറ്റെയിൻ ബൈ ദ സ്റ്റോർ കീപ്പർ ഫോർ ഷോയിങ് റെസീപ്റ്റ്സ്, ഇഷ്യൂസ് ആൻഡ് ബാലൻസ് ഓഫ് മെറ്റീരിയൽസ്. അപ്പം ഇതും മെയിനായിട്ട് ചെയ്യേണ്ടത് സ്റ്റോർ കീപ്പറാണ്. സ്റ്റോർ കീപ്പർക്കാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ എല്ലാ എൻട്രീസ്, അതായത് നമ്മൾ GRN, ഗുഡ്സ് റിസീവ്ഡ് നോട്ട്, മെറ്റീരിയൽ റിസീവ്ഡ് നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല നോട്ട്സ് നമുക്ക് മെറ്റീരിയൽ റിസീവ് ചെയ്യുമ്പോൾ കിട്ടും. ഇതെല്ലാതും അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഈ ബിൻ കാർഡിൽ എൻ്റർ ചെയ്യണത്. ഇനി ബിൻ കാർഡിൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും സ്റ്റോക്ക് പൊസിഷൻ അറിയാം. സ്റ്റോർ കീപ്പർക്ക് പർച്ചേസ് റിക്വസിഷൻ പ്രിപ്പയർ ചെയ്യേണ്ട സമയമായോ ഇല്ലയോ എന്നുള്ളത് അതിൽ നോക്കി അറിയാൻ പറ്റും. സ്റ്റോർസ് കൺട്രോളിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. അതുപോലെ തന്നെ പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വേണം. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണതൊക്കെ ഈ ബിൻ കാർഡിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാം. Okay, this is about bin card. Then next one, stores ledger. This is a record maintained by the costing department. ബിൻ കാർഡ് നമ്മൾ പറഞ്ഞത്, അത് ബിൻ കാർഡ് വെക്കുന്നത് പ്രിപ്പയർ ചെയ്യണത് സ്റ്റോർ കീപ്പറും ദെൻ അത് വെക്കുന്നത് ബിന്നിലുമാണ്. സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറയുന്നത് ദിസ് ഇസ് പ്രിപ്പയർഡ് ബൈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ബൈ ദ സ്റ്റോർസ് അക്കൗണ്ടന്റ് ആണ് അത് ചെയ്യുക. It is a record of receipts and issues and balance of materials both in terms of quantity and value. ബിൻ കാർഡിൽ നമ്മൾ ചെയ്തിരുന്നത് അതിൻ്റെ നമ്പർ മാത്രം, ക്വാണ്ടിറ്റി മാത്രമാണ് ബിൻ കാർഡിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സ്റ്റോർസ് ലെഡ്ജർ ആകുമ്പോൾ അതിൽ നമ്പർ ഉണ്ടായിരിക്കും, വാല്യൂ ഉണ്ടായിരിക്കും. Then this is prepared for each item of material and it contains the same particulars as in a bin card. And in addition, the value of material received, issued and in stock. ബിൻ കാർഡിൽ ചെയ്യുന്ന പോലെ തന്നെ ക്വാണ്ടിറ്റി അതിൻ്റെ കൂടെ എക്സ്ട്രാ വരുന്നത് വാല്യൂം കൂടെ ഉണ്ടായിരിക്കുന്നുള്ളൂ. അപ്പോൾ ബിൻ കാർഡും സ്റ്റോർസ് ലെഡ്ജറും തമ്മിൽ നമുക്ക് ഡിഫറൻസസും പറയാൻ പറ്റും. ബിൻ കാർഡ് എന്ന് പറയുന്നത് സ്റ്റോറിലാണ് അല്ലെങ്കിൽ ബിന്നിലാണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് കോസ്റ്റ് ഓഫീസിലാണ്. ദെൻ ബിൻ കാർഡ് പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റോർ കീപ്പറാണ്. സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത് കോസ്റ്റ് ക്ലർക്കാണ്. ബിൻ കാർഡിൽ ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ക്വാണ്ടിറ്റി ഓൺലി, ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്റ്റോർസ് ലെഡ്ജർ ദിസ് ഈസ് എ റെക്കോർഡ് ഓഫ് ബോത്ത് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ.
ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് പറയാൻ പറ്റുന്നത് നമുക്ക് ബിൻ കാർഡിൽ എൻട്രീസ് ആർ പോസ്റ്റഡ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുക. പക്ഷേ സ്റ്റോഴ്സ് ലെഡ്ജറിൽ അത് പോസ്റ്റ് ചെയ്യുന്നത് പീരിയോഡിക്കൽ ആയിട്ടാണ്, ടോട്ടൽ ആണ് അതിൽ പോസ്റ്റ് ചെയ്യുക. Then in the case of bin card, entries are take place just before the transactions take place. എപ്പോഴാണോ ട്രാൻസാക്ഷൻ നടക്കണേ ആ സമയത്താണ് നമ്മൾ ബിൻ കാർഡിൽ എൻ്റർ ചെയ്യുക. സ്റ്റോഴ്സ് ലെഡ്ജറിൽ എൻ്റർ ചെയ്യണത് ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷമാണ്. ഇനി ബിൻ കാർഡ് എന്ന് പറയുന്നത് ദിസ് ഇസ് നോട്ട് എ ബേസിക് അക്കൗണ്ടിങ് റെക്കോർഡ്, ബട്ട് സ്റ്റോഴ്സ് ലെഡ്ജർ ഇസ് എ ബേസിക് അക്കൗണ്ടിങ് റെക്കോർഡ്. And last difference is the transfer of materials from one department or job to another department do not appear in bin card, but these details are appeared in stores ledger. These are all about the difference between bin card and stores ledger. Then other many വേറെ റെക്കോർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ആ റെക്കോർഡ്സ് ആണിത്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡബിൾ അല്ലെങ്കിൽ 2 bin സിസ്റ്റം. ഡബിൾ ഓർ 2 bin സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവിടെ മെയിൻലി 2 bins ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് മെറ്റീരിയൽ. ഓരോ മെറ്റീരിയലിനും 2 bins മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് ബിൻ ഈസ് ടേംഡ് ആസ് റെഗുലർ ഓർ റണ്ണിങ് ബിൻ. റെഗുലർ ബിൻ അല്ലെങ്കിൽ റണ്ണിങ് ബിൻ ആണ് ആദ്യത്തെ. ദെൻ റെഗുലർ ഓർ റണ്ണിങ് ബിൻ എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ഡേ ടു ഡേ ബേസിസിൽ അല്ലെങ്കിൽ ഡേ ടു ഡേ അല്ലെങ്കിൽ റെഗുലർ ഇഷ്യൂസ് നടക്കുക. ജനറലി ദിസ് ബിൻ ഇസ് ലാർജ് ഇൻ സൈസ്, അതിലാണ് ലാർജ് പോർഷൻ വരിക. സെക്കൻഡ് ബിൻ എന്ന് പറയുന്നത് റിസർവ് അല്ലെങ്കിൽ മിനിമം സ്റ്റോക്ക് ബിൻ ആണ് സെക്കൻഡ് വൺ. അത് റെഗുലർ ബിന്നിൽ ഉള്ള മെറ്റീരിയൽസ് എടുത്ത് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും മെറ്റീരിയൽസ് ആവശ്യം വരികയാണെങ്കിൽ അത് എടുക്കാനുള്ളതാണ് സെക്കൻഡ് ബിൻ, റിസർവ് ബിൻ എന്നുള്ളത്. This have only smaller portion of the bin and the materials in the small portion are used only after using all the materials in the large portion. ഇനി ഇതിലെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സ്മോൾ പോർഷനിലെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു സേഫ്റ്റി സ്റ്റോക്ക് പോലെ വെക്കുന്നതാണ്. പ്രൊഡക്ഷനിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ, അതിൽ ഇൻ്ററപ്ഷൻസ് ഒന്നും വരാതിരിക്കാനായിട്ട് വെക്കുന്ന ഒരു സേഫ്റ്റി സ്റ്റോക്ക് ആയിട്ട് വെക്കുന്നതാണ് ഡബിൾ ബിൻ സിസ്റ്റത്തിലെ റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ റിസർവ് ബിൻ എന്ന് പറയും. ഓക്കെ, ദെൻ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതുപോലെ റെക്കോർഡ്സ് ആയിട്ട് വെക്കും. ദെൻ ഫോർത്ത് വൺ സ്റ്റോഴ്സ് മെറ്റീരിയൽ കൺട്രോൾ റെസീറ്റ് ആണ്. ദിസ് ഇസ് കെപ്റ്റ് ഇൻ ലൂസ് ലീഫ് ഫോം സിമിലർ ടു ബിൻ കാർഡ്. ബിൻ കാർഡ് പോലെ തന്നെ വെക്കുന്നത്, പക്ഷെ അത് ലൂസ് ലീഫ് ആയിട്ടാണ് വെക്കുക. ദെൻ ലാസ്റ്റ് വൺ മെറ്റീരിയൽ അബ്സ്ട്രാക്ട് ഓർ മെറ്റീരിയൽ ഇഷ്യൂ അനാലിസിസ് ഷീറ്റ് ആണ് അടുത്തത്. ദിസ് ഇസ് ആൻ അനലിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇഷ്യൂഡ് ടു ഡിഫറെൻറ്റ് ജോബ്സ് and this is prepared periodically. Periodically means daily, weekly, monthly or half yearly, etc. And the main purpose of this sheet is to ascertain the cost of materials issued to each job, and this is prepared on the basis of material requisition slip. ഇത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസിന്റെ കോസ്റ്റ്, അത് ഓരോ ജോബിന് വരുന്നത് എത്രയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദീസ് ആർ all about the records maintained by the stores department. Okay, thank you.